ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ ചെടി നടൽ വീഡിയോ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ബാക്കി വഴിയെ പറയാം. സോ ഞാൻ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കാണിക്കുന്നത് ഒരു വെർമി കമ്പോസ്റ്റ് ഓർ മണ്ണിര കമ്പോസ്റ്റ് ആണ്. അപ്പോൾ ഇതെന്തെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മണ്ണിര കമ്പോസ്റ്റ് ഒരു ഉത്തമ ജൈവവളമായും മണ്ണിര ഘടനയെ പരിപോഷിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. മണ്ണിനോടൊപ്പം മിക്സ് ചെയ്താണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ഞാൻ ഇത് ടോട്ടൽ 4 പാക്കറ്റ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃഷി ഓഫീസിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഞാൻ ആദ്യം ചെടി നടാൻ വേണ്ടിയിട്ട് ഒരു കുഴി കുഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ആഴത്തിൽ തന്നെ കുഴിക്കാം. സോ അതായിരിക്കും ബെറ്റർ നമുക്ക് പ്ലാന്റെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഈ ജാസ്മിൻ പ്ലാന്റും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ജാസ്മിൻ പ്ലാന്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു ഗാർഡൻ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കാരണം ഞാനിത് ഉപയോഗിക്കുന്നത് വെർമി കമ്പോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ യൂസേജ് നമ്മൾ എത്ര കൂട്ടുന്നോ അത്ര നമുക്ക് ഇത് ബെനിഫിറ്റ് കിട്ടും. അതേപോലെ കുറേ ജാസ്മിൻ ഫ്ലവേഴ്സ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ മുമ്പത്തത് ഒരു 2 മാസം മുമ്പ് എടുത്ത വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ ഈ മണ്ണിലേക്ക് മിക്സ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ അത് ആഷാണ്, വേറൊന്നുമല്ല. ആഷാണ് ഞാൻ ഇടുന്നത്. അത് കളർ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും. ഞാൻ ആഷാണ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. ആദ്യം ഈ പ്ലാന്റ് നടുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഈ ആഷ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക്. അപ്പം ഞാൻ പ്ലാന്റ് ചെയ്യുന്നത് റെഡ് ലേഡി പപ്പായാണ് ഞാൻ ഇന്നയിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ റെഡ് ലേഡി പപ്പായ പ്ലാന്റ് ചെയ്തിട്ട് നല്ല പാങ്ങിൽ അതിൻ്റെ മുകളിലോട്ടേക്കെല്ലാം നല്ല മണ്ണെല്ലാം ഫുൾ കവർ ചെയ്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം നമുക്ക് ഇതിലേക്ക് എന്തായാലും ഇടണം. കാരണം നമ്മൾ പ്ലാന്റ് നടുമ്പോഴത്തേക്ക് എപ്പോഴും നട്ടതിന് ശേഷം കുറച്ച് വെള്ളം അത്യാവശ്യമാണ് അതിൽക്കിടേണ്ടത്. സോ ഞാൻ വെള്ളം പോർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്ലാന്റ്, അതായത് പാഷൻ ഫ്രൂട്ട് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ പാഷൻ ഫ്രൂട്ടാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതിന് നന്നായിട്ട് ഞാനൊരു ഏകദേശം നല്ല ലെങ്ത്തായിട്ടുള്ള ഒരു കുഴി തന്നെയാണ് വെട്ടിയത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടാണ് ഞാൻ നടുന്നത്. ഈ പാഷൻ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മണ്ണെല്ലാം കൊണ്ടൊന്ന് ഫുൾ കവർ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വടി കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ആ വടീൻ്റെ അതേ ഷേപ്പിലൊന്ന് അതേ ലെങ്ത്തിൽ തന്നെ ഒന്ന് വളരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കും വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആഷ് ആ വെർമി കമ്പോസ്റ്റിലേക്ക് തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റുമാണ് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. രണ്ടാമത്തതും കഴിഞ്ഞ് രണ്ടാമത്തെ പാഷൻ ഫ്രൂട്ടും ഞാൻ പ്ലാന്റ് ചെയ്ത് അത് അടുത്തടുത്ത് തന്നെയാണ് പ്ലാന്റ് ചെയ്തത്. അതിനും ഞാൻ വടി കുത്തി കൊടുത്തിട്ട് അതിന് നല്ലൊരു റോപ്പ എന്തെങ്കിലും എന്തോ ആവും ഇതിലൊന്ന് റോപ്പ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെയിം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ സെയിം അതേ തന്നെ അതൊന്ന് വളർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോപ്പ് ഇട്ടിട്ട് ഒന്ന് ടൈ ചെയ്യുന്നത്. ഇത് ഞാൻ ബാക്കി വരുന്ന വെർമി കമ്പോസ്റ്റ് ഞാൻ നമ്മുടെ മുരിങ്ങയുടെ മരത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതി ഇതിൽ കിട്ടിയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഇതും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്നു, പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും ഞാനിത് ഇട്ട് കൊടുത്ത് അടുത്തത് ഇതിൻ്റെ സ്പെഷ്യൽ നെയിമൊന്നും എനിക്കറിയില്ല. അപ്പം ഇത് പ്ലാന്റ് ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ ഗിൽസിലെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്യാവുന്ന ഒരു സാധനം. ഹാങ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇടുന്ന ഒരു പോട്ടോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ആ സാധനമാണ് ഇത്. എനിക്കിൻ്റെ പ്രത്യേകമായിട്ട് പേരൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്. സോ ഇതിലേക്ക് ഞാൻ 5 എണ്ണം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലേക്കുള്ള ഞാൻ മണ്ണിട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഒരു ഷോ പ്ലാന്റാണ്.
അപ്പോൾ ആ പ്ലാന്റാണ് ഞാൻ ഇതിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുറത്ത് ഗിൽസിൽ ഞാൻ ഇതിനെ ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ എല്ലാവരും റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. എല്ലാത്തിലേക്കും മണ്ണ് നിറച്ചിട്ട് അതോടൊപ്പം ഞാൻ വെർമി കമ്പോസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ്. എൻ്റെ വീട് ഉണ്ടായ ഒരു ചട്ടിയിൽ നിന്ന് തന്നെയാണ് ഞാനിത് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. 3 എണ്ണം കഴിഞ്ഞ് 2 എണ്ണം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ കിച്ചണിൻ്റെ ഗിൽസിലാണ് ഞാനിത് ഹാങ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ടാവും. കാരണം നല്ല ലുക്കുണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇനിയും കുറച്ച് വാങ്ങണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നല്ലൊരു വീഡിയോയുമായി ഞാൻ നല്ലൊരു ദിവസം വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഓൾ.